നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിശ്വാസം അത് നഷ്ടപ്പെടുമ്പോൾ ഇതുപോലെ ഓരോ ജീവനും നഷ്ടപ്പെടും. ഒരു കാര്യമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ അവളെ കുറ്റപ്പെടുത്തി. അവള് ഓഫീസിൽ രാജിക്കത്ത് എഴുതി കൊടുത്തു. എങ്ങോട്ടാന്നറിയില്ല, പോയടാ. എടാ, അവള് ഫോൺ പോലും എടുക്കുന്നില്ലടാ. ഞാൻ എവിടെ പോയിട്ടാ നോക്ക്. എന്റെ ആശാനെ ഏട്ടത്തേമെ പോലെ ഒരാൾ രാജിക്കത്തും കൊടുത്ത് ഫോൺ കൊടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അപകടത്തിലേക്ക് തന്നെയാ. കമലം, അല്ലാതെ പിന്നെ എന്തിനാ അങ്ങനെ ഇറങ്ങണം? ആശാൻ അപ്പൊ ഏട്ടത്തേമെ ഒരുപാട് സങ്കടപ്പെടുത്തി കാണുമല്ലേ? ഇല്ലെങ്കിൽ ഏട്ടത്തേമെ പോലെ ഒരാൾ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല. കമലം, നീ ഇപ്പൊ എന്റെ കൂടെ വാ. ഇട എവിടെയാണെങ്കിലും നമുക്ക് അവളെ കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ ഞാനില്ലടാ. എന്തൊക്കെയാ ദൈവമേ ഞാൻ ഈ കേൾക്കുന്നതൊക്കെ. ആശാൻ ഇങ്ങനെയൊന്നും തളരാതെ രണ്ടുപേരും ഉള്ളിൽ നിറച്ചു വെച്ച സ്നേഹം കൊണ്ട് പരസ്പരം പോരാടല്ലേ. ഒരു വാക്ക് പിഴച്ചാ തീർന്നു. പിന്നിങ്ങനെ പരസ്പരം തോൽപ്പിക്കാനുള്ള ഓട്ടമാ. ഉരുകി തീരുന്നതോ ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ പോലുള്ളവരും. എന്റെ മൊബൈൽ ചാർജിലെത്ത ഈ നിമിഷം വിളിച്ച് ആരും അറിയൂല. എല്ലാത്തിനും നമുക്ക് വഴി ഉണ്ടാക്കാം ആശാനെ. എനിക്ക് വെപ്രാളാവണം. ആശാൻ ടെൻഷൻ അടിക്കല്ലേ, നമുക്ക് അന്വേഷിക്കാം. ഏട്ടന്റെ അമ്മയ്ക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് ആശാനെ വിട്ടുപോകാൻ പറ്റില്ല. ആശാനെ, നമുക്ക് കൊണ്ടുവരാം ആശാനെ. എവിടെ ഉണ്ടെങ്കിലും കൊണ്ടുവരും. മറഞ്ഞു പോകുന്ന സൂര്യനെ കാണാൻ ആളുകൾക്ക് കൗതുകമാ. പക്ഷെ അതൊരു നഷ്ടപ്പെടലാണെന്ന് മറയുന്ന സൂര്യനല്ലേ അറിയൂ. നാളെ ഉദിക്കുകയോ ഉദിക്കാതിരിക്കുകയോ അതല്ല വിഷയം. അസ്തമ സമയത്തെ വിങ്ങൽ അത് അനുഭവിച്ചറിയുക തന്നെ വേണം. മരണവേദനയോളം വേദന മരണം തൊട്ടു മുന്നിൽ കാണുന്നവനുണ്ടാകും. എങ്കിലും ജീവിതം കൈപ്പിടിയിൽ ഒതുങ്ങാത്തവരെത്തിപ്പെടുന്നത് മരണത്തെ മുഖാമുഖം കാണുന്ന ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ്. ഞാൻ എൻ്റെ അമ്മയെയോ അനുജത്തെയോ മോളെയോ വിളിച്ചിട്ടില്ല. കാരണം എൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ നിന്നും പൂർണ്ണമായും വിട്ടു. ആഗ്രഹിക്കാത്തത് ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴാണല്ലോ മനസ്സ് ജീവിതത്തിൽ നിന്നും ഇതുപോലെ ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നത്. പ്രതീക്ഷയില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? സ്നേഹിക്കുന്നവരുടെ കയ്യിൽ നിന്നും മുഖത്തൊരടി കിട്ടിയ പോലും നമ്മളത് സഹിക്കും. പക്ഷെ ഹൃദയത്തെ തകർക്കാൻ പോകുന്ന വാക്കുകൾക്ക് മുന്നിൽ നമ്മൾ അടിയറവ് പറയും. ഇനി വയ്യ. സ്നേഹം പ്രകടിപ്പിക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ പിന്നെയും അത് ആഗ്രഹിക്കുന്നത്? സൂര്യൻ മറിഞ്ഞ് ഇടിച്ച് നിലവിളിക്കാനോ വാവിട്ട് കരയാനോ ആരുമില്ല. കാരണം നാളെ ഇതിലും ശോഭയോടെ ദിക്ക് മാറി ഉദിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ മനുഷ്യന്റെ കാര്യം മറ്റൊന്നാ. അസ്തമിച്ച് പിന്നെയുള്ള ലോകം അജ്ഞാതമാണ്. അതില് നമ്മൾ ആരാണെന്നോ എന്താണെന്നോ അതെങ്ങനെയാണെന്നോ അറിയില്ല. എങ്കിലും ആ വഴി എല്ലാവരും തിരഞ്ഞെടുക്കുന്നു. ഒടുവിൽ എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലെന്ന അവസ്ഥയിൽ ഞാനും. വിശ്വാസം അത് നഷ്ടപ്പെടുമ്പോൾ ഇതുപോലെ ഓരോ ജീവനും നഷ്ടപ്പെടും. വിഷ്ണുവേട്ടന്റെ മനസ്സിൽ സ്ഥാനമില്ലെങ്കിൽ പിന്നെ എനിക്കെന്തിനാ ഈ ലോകം, ഈ ചുറ്റുപാട്? എല്ലാം ഞാനും അവസാനിപ്പിക്കുന്നു.
ആമേ അവൻ വന്നോളും. നീ ഇങ്ങനെ ആദ്യം പിടിച്ചിട്ട് എന്താ കാര്യം? അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. എത്ര വലുതായാലും അവൻ എനിക്ക് കൊച്ചുകുട്ടി തന്നെയാ. വരാൻ വൈകുമെങ്കിൽ അവനൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? രോഹിത് എന്തിയടി? ഇതുവരെ വന്നിട്ടില്ല സത്യമ്മ. വിഷ്ണുവിനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. രാഘവേട്ട, എന്റെ വലത് കണ്ണ് വല്ലാതെ തുടിക്കുന്നുണ്ട്. അത് ഒരു ശുഭസൂചകമല്ല. എന്തോ ഒരു ആപത്ത് വരാൻ വേണ്ടി പോകുന്ന പോലെ. വിഷ്ണു ആണെങ്കിൽ വന്നിട്ടുമില്ല. നീ ഒന്ന് സമാധാനായിട്ടിരിക്കേണ്ട ഭാമേ. ചുമ്മാ മറ്റുള്ളവർ കൂടെ ആദ്യം പിടിപ്പിക്കാതെ. ആ കമലിനെ പോലും വിളിച്ചിട്ട് കിട്ടുന്നില്ല. മനസ്സിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടല്. എന്താ ചെയ്യേണ്ടെന്നറിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.